ഭാരതരത്ന പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. അപ്രതീക്ഷിതമായിട്ടാണ് മുൻ പ്രധാനമന്ത്രിമാരായ ചരൺ സിംഗ്, PV നരസിംഹറാവു, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന MS സ്വാമിനാഥൻ എന്നിവരെ കേന്ദ്ര സർക്കാർ ഭാരതരത്ന നൽകി ആദരിക്കുന്നത്. 3 പേർക്കും മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരം. മുൻ ഉപപ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ LK അദ്വാനി, ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി ഠാക്കൂർ എന്നിവർക്കും കഴിഞ്ഞ ദിവസം ഭാരതരത്ന പ്രഖ്യാപിച്ചിരുന്നു. ഇത് തികച്ചും രാഷ്ട്രീയപരമായ നീക്കമാണോ എന്നാണ് ചോദ്യം. ചരൺ സിംഗും RLDയും തമ്മിൽ എന്താണ് ബന്ധം? ചരൺ സിംഗിന് ഭാരതരത്ന പ്രഖ്യാപിച്ചതും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമായാണെന്ന വിലയിരുത്തൽ ശക്തമായി ഉയരുന്നു. ചരൺ സിംഗിന്റെ മകൻ അജിത് സിംഗ് രൂപീകരിച്ച രാഷ്ട്രീയ ലോക്ദൾ LDAയുടെ ഭാഗമാകുന്ന വാർത്തകൾ ശക്തമാകുന്നതിനിടെയാണ് ഭാരതരത്ന പ്രഖ്യാപനവും വരുന്നത്. നിലവിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ RLDക്ക് ഉത്തർപ്രദേശിൽ 2 ലോക്സഭാ സീറ്റ് BJP വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ രാജ്യസഭയിലേക്കും 2 സീറ്റ് നൽകും. SP-യുമായുള്ള സീറ്റ് ചർച്ചകൾ ധാരണയിലെത്തിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കൂടിയാണ് RLDയുടെ കൂറുമാറാനുള്ള ശ്രമം. BJPക്ക് കഴിഞ്ഞ തവണ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയാതെ പോയ പടിഞ്ഞാറൻ UPയിലെ ചില മേഖലകളിൽ RLDക്ക് സ്വാധീനമുണ്ട്. ജാട്ട് സമുദായത്തിന്റെ പിന്തുണയോടെ മേഖലയിൽ നേട്ടമുണ്ടാക്കാമെന്നാണ് BJP കണക്ക് കൂട്ടുന്നത്. അതേസമയം സ്വാമിനാഥനാണോ ഭാരതരത്നം ലഭിക്കുന്ന ആദ്യ മലയാളി എന്ന ചോദ്യവും ഉയരുന്നു. നേരത്തെ ജനനം കൊണ്ട് മലയാളിയായ MG രാമചന്ദ്രൻ, അതായത് MGR, അദ്ദേഹത്തിനും ഭാരതരത്ന കിട്ടിയിട്ടുണ്ടെങ്കിലും എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനൊരു തമിഴ്നാട്ടുകാരനാണ് എന്നായിരുന്നു. ആ സാഹചര്യത്തിൽ ഭാരതരത്ന ലഭിക്കുന്ന ആദ്യ മലയാളിയാണ് സ്വാമിനാഥൻ. PS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് MS സ്വാമിനാഥന് ഭാരതരത്ന നൽകണമെന്ന ആവശ്യം ഇദ്ദേഹം ഉയർത്തിയിരുന്നു. 1925 ഓഗസ്റ്റ് 7 തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് സ്വാമിനാഥൻ ജനിച്ചത്. മദ്രാസ് അഗ്രികൾച്ചർ കോളേജിൽ നിന്ന് അഗ്രികൾച്ചർ സയൻസ് ബിരുദം നേടിയ അദ്ദേഹം പ്രശസ്തമായ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ തുടർ പഠനം നടത്തി. ഇന്ത്യൻ പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ വികസിപ്പിച്ചെടുത്തതിലൂടെയാണ് സ്വാമിനാഥൻ അന്തർദേശീയ തലത്തിൽ പ്രശസ്തി നേടുന്നത്. അടുത്തത്, നരസിംഹറാവുവിലൂടെ എന്താണ് ലക്ഷ്യം വെക്കുന്നത്? നരസിംഹറാവുവിനും ചരൺ സിംഗിനും ഭാരതരത്ന നൽകുന്നതിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്. ബാബരി മസ്ജിദ് തകർത്ത ഭൂമിയിൽ നിർമ്മിച്ച രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിന് തൊട്ടു പിന്നാലെയായിരുന്നു രഥയാത്രയുടെ അമരക്കാരനായ LK അദ്വാനിക്ക് ഭാരതരത്ന പ്രഖ്യാപിച്ചത്. ഇതിന് പിന്നാലെയാണ് ബാബരി മസ്ജിദ് തകർക്കുന്ന സമയത്ത് പ്രധാനമന്ത്രിയായിരുന്ന കോൺഗ്രസ് നേതാവ് കൂടിയായ നരസിംഹറാവുവിനും ഭാരതരത്ന നൽകി ആദരിക്കുന്നത്. ബാബരി മസ്ജിദ് തകർക്കാൻ നരസിംഹറാവു മൗനാനുവാദം നൽകിയെന്നും കർഷകരെ തടയാൻ ഇടപെട്ടില്ലെന്നുമുള്ള ആരോപണം നേരത്തെ മുതൽ തന്നെ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. ആന്ധ്രയിൽ നിന്നുള്ള പ്രമുഖ നേതാവായി ഉയർന്നു വരുന്ന നരസിംഹറാവു ഇന്ത്യയുടെ 9ാമത് പ്രധാനമന്ത്രിയായിരുന്നു. അതിനു മുമ്പ് കേന്ദ്രമന്ത്രി, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചു. അവസാന കാലത്ത് കോൺഗ്രസുമായുള്ള നരസിംഹറാവുവിന്റെ ബന്ധം അത്ര നല്ല നിലയിലായിരുന്നില്ല. 2004 ഡിസംബർ 9 ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു. AICC മന്ദിരത്തിൽ റാവുവിന്റെ മൃതദേഹം അന്തിമോപചാരം അർപ്പിക്കാനായി വെക്കാൻ പോലും സമ്മതിച്ചിരുന്നില്ല. ഇതിന് പിന്നിൽ സോണിയാഗാന്ധിയാണെന്ന ആരോപണവും റാവുവിന്റെ കുടുംബം പിന്നീട് മുന്നോട്ട് വെച്ചിരുന്നു. ആന്ധ്രാപ്രദേശിലെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന Y രാജശേഖര റെഡ്ഡി ഇടപെട്ടതിനു ശേഷം മാത്രമാണ് മൃതദേഹം സംസ്ഥാന ബഹുമതികളോടെ സംസ്കരിക്കാൻ തയ്യാറായത്. ലോക്സഭയിലേതിനൊപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ആന്ധ്രയുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നരസിംഹറാവുവിന്റെ ഭാരതരത്ന പ്രഖ്യാപനത്തിനും ഏറെ പ്രാധാന്യമുണ്ട്. അതേസമയം വിമർശനവുമായി മന്ത്രി V ശിവൻകുട്ടി രംഗത്തെത്തി. പൊളിച്ചോർക്ക് കൊടുക്കാമെങ്കിൽ പൊളിക്കാൻ കൂട്ടുനിന്നവർക്കും കൊടുക്കേണ്ടേ എന്നാണ് അവരുടെ ഇത് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കെയുള്ള ഈ പ്രഖ്യാപനം പല തരത്തിലാണ് ചർച്ചയാകുന്നത്. ബാബരി മസ്ജിദ് പൊളിച്ച സമയം കോൺഗ്രസുകാരനായ നരസിംഹറാവു ആയിരുന്നു പ്രധാനമന്ത്രി. ഇതുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് V ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇത്രയും ശ്രദ്ധേയമാകുന്നത്.